ഇനിയിപ്പോൾ നമ്മുടെ സംസ്ഥാനമേ 2 വലിയ തിരഞ്ഞെടുപ്പുകളെ നേരിടാൻ പോവുകയാണല്ലേ. ഒന്ന് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്, അതേപോലെ തന്നെ മറ്റൊന്ന് അസംബ്ലി ഇലക്ഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഭിന്നശേഷി സംവരണം വേണം, ആ ഒരു ആവശ്യം ശക്തമാവുന്നുണ്ട്. തിരഞ്ഞെടുപ്പിൽ സംവരണം ആവശ്യപ്പെട്ട് ഒറ്റയാൽ പോരാട്ടത്തിലാണ് ആലുവ സ്വദേശിയായ മുഹമ്മദ് യാസിൻ. ഈ വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ഭിന്നശേഷിക്കാരനായ ഈ യുവാവ്. കേരളത്തിലാകെ ലക്ഷക്കണക്കിന് ഭിന്നശേഷിക്കാരുണ്ട്. പക്ഷേ ഇവർക്കായി കാര്യക്ഷമമായ പ്രവർത്തനങ്ങളൊന്നും സംസ്ഥാനത്ത് നടക്കുന്നില്ല. അതുകൊണ്ടാണ് താൻ ഉൾപ്പെടെയുള്ള ഭിന്നശേഷി വിഭാഗങ്ങളുടെ അവകാശങ്ങളും പ്രശ്നങ്ങളും കൃത്യമായി ഉന്നയിക്കാൻ പ്രതിനിധി വേണമെന്ന ആവശ്യം യാസിൻ ഉന്നയിക്കുന്നത്. ഇക്കാര്യം ബില്ലായി നിയമസഭയിൽ അവതരിപ്പിച്ച് പാസ്സാക്കണമെന്നാണ് ആവശ്യം. നമ്മുടെ സാഹചര്യത്തിൽ തമിഴ്നാട്ടിൽ ഓൾറെഡി ഭിന്നശേഷി സംവരണം നടപ്പിലാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരളം ഇത്രത്തോളം മുന്നേറുന്ന സാഹചര്യത്തിൽ ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനും അവരുടെ ലീഡർഷിപ്പ് ക്വാളിറ്റിക്കും ഭിന്നശേഷി സംവരണം വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് പഞ്ചായത്തുകളിലുള്ള അവരുടെ പദ്ധതികൾ, സ്കോളർഷിപ്പുകളായിട്ടും ക്ഷേമ പദ്ധതികൾ, തൊഴിൽ പദ്ധതികളൊക്കെ അവരിലോട്ട് എത്തിക്കാൻ ഭിന്നശേഷി സംവരണം അത്യാവശ്യമാണ്. ഒരു പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ച് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒന്നിച്ച് നടപ്പിലാക്കണമെന്ന് ഞാൻ പറയുന്നു. ആവശ്യവുമായി യാസിൻ ഗവർണറെ വരെ സമീപിച്ചു. തെരഞ്ഞെടുപ്പുകളിൽ സംവരണം ഏർപ്പെടുത്താൻ നിയമങ്ങളിൽ ഭേദഗതി വേണമെന്നും ഇപ്പോൾ ഭേദഗതി വരുത്തുന്നത് സർക്കാരിന്റെ പരിഗണനയില്ല എന്നുമുള്ള മറുപടിയാണ് തദ്ദേശ ഭരണ വകുപ്പ് നൽകിയത്. ആദ്യം തന്നെ ഇലക്ഷൻ കമ്മീഷൻ, മുഖ്യമന്ത്രി, ത്രിതല പഞ്ചായത്ത് വകുപ്പ് മന്ത്രി, നിയമമന്ത്രി, പിന്നെ ഭിന്നശേഷി മന്ത്രി എല്ലാവർക്കും ഇതിനകം തന്നെ പെറ്റീഷൻ കൈമാറിയിട്ടുണ്ട്. അവരുടെ ഭാഗത്തുനിന്ന് ഇലക്ഷൻ കമ്മീഷൻ വന്ന മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ തീരുമാനമെടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സർക്കാർ എന്തുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം എടുക്കണം, വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തന്നെ നടപ്പിലാക്കാൻ സാധിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഉടനെ തന്നെ മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും കണ്ട് വിഷയം ഉന്നയിക്കാനാണ് ശ്രമം. തന്റെ പോരാട്ടം വിജയം കണ്ടാൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ തന്നെ ഭിന്നശേഷിക്കാർക്കുള്ള സംവരണം നടപ്പാക്കും എന്നാണ് യാസീന്റെ പ്രതീക്ഷ. ന്യൂസ് മലയാളം, കൊച്ചി.